சென்னா. அப்படி கேட்டாவே ஒரு உண்மையை சொல்லார் போல. கூட்டு போ, கூட்டு போ. ஏய், ഓഫീസ് മുഴുവൻ ഞാൻ അരിച്ചു പറഞ്ഞു. ഈ അനന്തകൃഷ്ണന്റെ വീട്ടിലും വിശദമായി പരിശോധന നടത്തി. ഫ്ലോപ്പി ഡിസ്ക് എവിടെയാണെന്ന് മാത്രം ഒരു വിവരമില്ല. அப்படியா? അവനെ சொல்லிடுவான்னு நினைக்கிறேன். சொல்ல வைக்கணும். പക്ഷേ അനന്തകൃഷ്ണനെ അധിക നാളിവിടെ നിർത്തുന്നത് അപകടമാണ്. ഇയാളെ കണ്ടുപിടിക്കാൻ വളരെ വിപുലമായ രീതിയിൽ അന്വേഷണം നടത്താനാണ് തീരുമാനം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇയാളെ ഇവിടുന്ന് മാറ്റുന്നതാണ് നല്ലത്. தேடட்டும், முடிஞ்சா கண்டுபிடிச்சு விட்டோம். இந்த ஃப்ளாப்பி டிஸ்க் பேப்பரும் தெரிஞ்சா மட்டும் சொல்லுங்க. மற்றபடி எதுவும் நீங்க சொல்ல வேணாம். நீ போலாம். ശരി സാർ, വരട്ടെ. കാളിയപ്പയുടെ ക്രൂരമർദ്ദനങ്ങൾക്ക് മുൻപിലും ഞാൻ പിടിച്ചു നിന്നു. എന്നെ അതിരഹസ്യമായി കാളിയപ്പ മദ്രാസിലേക്ക് മാറ്റി. അവിടെ വെച്ച് എന്നെ മയക്കുമരുന്നിന് അടിമയാക്കി. മയക്കുമരുന്നിന്റെ ആലസ്യത്തിൽ തടവറയിൽ കിടക്കുമ്പോഴും രഹസ്യ വിവരങ്ങളുടെ കോഡിനെ പറ്റിയായിരുന്നു എന്റെ ചിന്ത. അപ്രതീക്ഷിതമായിട്ടാണ് എനിക്കൊരു തോന്നലുണ്ടായത്. ഗോഡസ്, മലയാളത്തിൽ ദേവി. ദേവി എന്നാൽ കാളി എന്നായിക്കൂടെ? കാളിയപ്പയുടെ പേരിന്റെ ആദ്യ ഭാഗം കാളി. അപ്പോ രഹസ്യ വിവരങ്ങളുടെ കോഡ് അപ്പ എന്ന വാക്കിന്റെ ഇംഗ്ലീഷ് വിവർത്തനമാകാൻ സാധ്യതയില്ലേ? തമിഴിൽ അപ്പ, മലയാളത്തിൽ അച്ഛൻ, ഇംഗ്ലീഷിൽ ഫാദർ. FATHER, ഫാദർ. കറക്റ്റ്. ആ കോഡ് ഉപയോഗിച്ച് ഫ്ലോപ്പി ഡിസ്കിലെ രഹസ്യവിവരം കണ്ടുപിടിക്കാം സാർ. തീർച്ചയായും കൊള്ളുന്നില്ല. എന്നാലും നമുക്കൊന്ന് ശ്രമിക്കാം. സാർ എന്നെ ഒന്ന് സഹായിക്കണം. എന്താ കാര്യം? റോണിയുടെ പെങ്ങളെ ആരോ തട്ടിക്കൊണ്ടുപോയി സാർ. അതെ സാർ, ഞാനൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഒന്നുമല്ല. ചില ചില്ലറ കള്ളക്കടത്ത് നടത്തി ജീവിക്കുന്ന ഒരുത്തനാ. ഓഹോ, താൻ എന്നെ ഇത്രയും കാലം പറ്റിക്കായിരുന്നല്ലേ? ക്ഷമിക്കണം സാർ, ചില താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടി അങ്ങനെയൊക്കെ പറയേണ്ടി വന്നു.
ഇപ്പോ ഞാനൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആണെന്ന് തെറ്റിദ്ധരിച്ച എന്റെ പെങ്ങളെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത്. കേസ് പിടിച്ച വകയിൽ സർക്കാരിൽ നിന്ന് കിട്ടാനുള്ള ലക്ഷ്യങ്ങളൊന്നും എനിക്ക് വേണ്ട. എങ്ങനെങ്കിലും എന്റെ പെങ്ങളെ രക്ഷിച്ചാ മതി, പ്ലീസ് സാർ. ആരാ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്? ഏതോ ഒരു കാളിയപ്പ. പോലീസിൽ അറിയിക്കരുതെന്ന് അവര് പറഞ്ഞേക്കുന്നേ. അനന്തകൃഷ്ണൻ. പത്മനാഭയ്യരുടെ? അതെ. സ്വാതിയും എന്റെ പെങ്ങളും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. സാറിന്റെ വീട്ടുകാരെയൊക്കെ എനിക്കറിയാം. പക്ഷേ അവരൊക്കെ ഇപ്പൊ... വേണ്ട, പറയണ്ട. ആ ശക്തികളെ നശിപ്പിക്കാനാണ് ഞാനിവിടെ എത്തിയത്. എന്റെ കുടുംബത്തിന് വേണ്ടി എനിക്കിനി അത് മാത്രമേ ചെയ്യാനാവൂ. നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങളുടെ പെങ്ങളെ അയാൾ എവിടെ ഒളിപ്പിച്ചാലും നമുക്ക് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി എന്ത് ചെയ്യാനും ഞങ്ങൾ ഒരുക്കമാണ് സാർ. ഗുഡ്. അതിനു മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. പറയാം. കാളയപ്പയുടെ രഹസ്യ സങ്കേതങ്ങളുടെ വിവരങ്ങളാണല്ലോ സാർ ഇത്. ഈ വിവരങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കമ്മീഷണർ അറിയിക്കണം. കാളിയപ്പയുടെ എല്ലാ സങ്കേതങ്ങളും ഒരേ സമയം റെയ്ഡ് ചെയ്യാനുള്ള ഏർപ്പാടുണ്ടാക്കണം. പിന്നെ നമ്മുടെ നീക്കങ്ങളൊന്നും ആരും അറിയരുത്. വിവരങ്ങളൊക്കെ വളരെ രഹസ്യമായിരിക്കണം. കാളയപ്പയുടെ ഇവിടുത്തെ രഹസ്യ സങ്കേതം കണ്ടുപിടിക്കാൻ നമുക്കൊരാളെ കരുവാക്കിയാലോ സാർ? ആരെ? പ്രിവന്റീവ് ഓഫീസർ റഷീദിനെ. റഷീദ്? ஹலோ ஹலோ, யாரு? ரஷீதாப்பா, நான் காளியப்பன் பேசுறேன். എന്താണ് സാർ? அந்த ஃப்ளாப்பி டிஸ்க் டீட்டெயில்ஸ்லாம் கிடைச்சிருச்சு. ஒன்று பண்ணு, உடனே புறப்பட்டு நம்ம இடத்துக்கு வந்துரு. ஆமாப்பா, சீக்கிரமா வந்துரு. ശരി സാർ, ഞാൻ ഉടനെ വരാം. സാറിതെങ്ങനെ ഒപ്പിച്ചു? 5 വർഷം കോളേജിൽ മിമിക്രിയും കൊണ്ട് കിടന്നത് പിന്നെ ചുമ്മാതെയാ. നീ വാ. സാർ, ஆறு என்ன ரஷீத்? ഫ്ലോപ്പി ഡിസ്ക് കിട്ടിയല്ലേ? ஃப்ளாப்பி டிஸ்கை பத்தி ஏதாவது தகவல் கிடைச்சதா? അല്ല, സാറ് ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞില്ലേ ഫ്ലോപ്പി ഡിസ്കിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടിയെന്ന്? അതല്ലേ ഞാൻ ഓടി വന്നത്. நீ தண்ணி அடிச்சிருக்க? ഇല്ല സാർ. ஏதாவது கெட்டக்கணும் கண்டியா? சரி, அதை விடு. நம்மகிட்ட இருந்து பிடிச்ச கோல்டு, பாம்புத்தோல், மற்றவங்கிட்ட இருந்து பிடிச்ச கோடிக்கணக்கான மதிப்புள்ள சொத்துக்கள் பூரா கஸ்டம்ஸ் லாக்கர்ல இருக்கு இல்லையா ரஷீத்? അതെ, അതിന് அது பூரா என் கைக்கு வரணும். അതെങ്ങനെ? அந்த பிரைவேட் டிடெக்டிவ் அவன் அசிஸ்டன்ட் ஒரு விளையாட்டு விளையாடலாம். அவன் தங்கச்சிக்காக என்ன வேணாலும் பண்ணுவான். കസ്റ്റംസ് ലോക്കറിൽ കയറാനും അത് തുറക്കാനും വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്യാം. പക്ഷെ എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ? ലോക്കറിൽ നിന്ന് സാധനം എടുത്തതിന് ശേഷം അവന്മാര് രണ്ടുപേരും തനിക്ക് വെടിവെച്ച് കൊന്നൂടെ? ലോക്കർ തുറക്കാനുള്ള ശ്രമത്തിനിടയിൽ വെടിവെച്ച് കൊന്നതാണെന്ന് പറഞ്ഞ് തനിക്ക് തടി തപ്പുകയും ചെയ്യാം. എന്താ? கரெக்ட். ശരി, കൂട്ടത്തിലെ അരവിന്ദാക്ഷനെ എങ്ങനെയെങ്കിലും ഒതുക്കണം. അവൻ ഒരുത്തനാണ് ഇതിനെല്ലാത്തിനും കാരണക്കാരൻ. അല്ലെങ്കിൽ അവൻ നമ്മളെല്ലാരെയും ഒതുക്കും. നിന്നെ കൊണ്ട് ഞാൻ ഒതുക്കിപ്പിക്കാമടാ. ഇട്ടിരിക്കുന്ന കുപ്പായത്തോട് നന്ദിയില്ലാത്ത ചെറ്റെ. അത് വലിച്ചൂരി തെരുവിലെ ഭിക്ഷക്കാർക്ക് എറിഞ്ഞു കൊടുക്കടാ. അവർക്ക് നിന്നെക്കാൾ നന്നായിട്ട് ചേരും.
ചെയ്യുന്ന തൊഴിലിനോട് ആത്മാർത്ഥമുള്ള കസ്റ്റംസാർ ഈ നാട്ടിലുണ്ടാ? மிஸ்டர் அருள்தாஸ், உங்களை நான் இங்க கூப்பிட்டு வரலாம்னு நினைச்சேன். நீங்களே வந்துட்டீங்க. நான் கும்பிட்ட கடவுள் கைவிடல. അങ്ങനെ ഒരു തീർപ്പ് ഏൽപ്പിക്കാൻ വരട്ടെ. കടവുൾ ആരെ കൈവിടുമെന്ന് താമസിയാതെ മനസ്സിലാക്കും. ரொம்ப திமிரு பிடிச்சவன். நம்ம யூஷுவல் ட்ரீட்மெண்ட் கொடுங்க. ஒரு டோஸ், கொஞ்சம் ப்ரௌன் சுகர். ഹലോ ഹലോ, അനന്തകൃഷ്ണൻ സാറല്ലേ?
ஏய், அப்படி இல்லப்பா. இந்த பூனை எலிய சாப்பிடும் பாத்திருக்கல, அப்படி ஒரு தட்டு, இப்படி ஒரு தட்டு, கொஞ்சம் கொஞ்சமா. எப்படி? கொஞ்சம் கொஞ்சம். Well done, Miss Anandakrishnan. Welcome back. Thank you, sir. And there is a surprise news for you, sir. And you are promoted to the rank of assistant collector. With pleasure, sir. And Miss Aravindasan? Yes, sir. You are also promoted to the rank of superintendent. Thank you, sir. Wish you both all the best. Thank you, sir. Thank you very much. എന്തായാലും അവസാനം നിങ്ങൾ നല്ല വഴിക്ക് തന്നെ ചിന്തിച്ചല്ലോ. താങ്ക് യു. ഇത്രയും കാലം നിങ്ങൾ എനിക്ക് എന്ന കള്ള ഇൻഫർമേഷൻ എങ്ങനെയോ എന്റെ ഗുരുത്തം കൊണ്ട് ഒത്തു. തുളുവിൽ ഒരു റിവാർഡ് അടിച്ചെടുക്കുകയും ചെയ്തു. ഇനി എന്ത് ചെയ്യും? ഇതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ സാർ. സമയം നല്ലതാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം നന്നായിരിക്കും, മറിച്ചാണെങ്കിൽ എല്ലാം പാരയായിരിക്കും. അല്ല, നിന്റെ വുഡ് ബി ഫാദറിലെ കൈ ചൂണ്ടിക്കറിയ. ഓ സോറി, കറിയാച്ചൻ സാറിനെ കണ്ടില്ല. സമയത്തിന് എത്താമെന്ന് പറഞ്ഞിരുന്നതാ. ജീവൻ ഉണ്ടെങ്കിൽ ഇനി എത്തും. ഒന്ന് രണ്ട് ഫോട്ടോയും നെഗറ്റീവും ഞാനൊന്ന് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. ഏത് ഫോട്ടോ? ഫാമിലി. അല്ല, ഒന്നുമില്ല, പ്രകൃതി, അത്രേ ഉള്ളൂ. ഞാനൊന്ന് ഫോൺ ചെയ്ത് നോക്കട്ടെ. ഹലോ, 340210. അതെ, ഞാൻ ജോളിയാണ്. പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ഇന്ന് രാത്രി കൃത്യം 12 മണിക്ക് ശംഖുമുഖം കടപ്പുറത്തടുക്കുന്ന പത്തേമാരിയിൽ ഒരു മുക്കുവൻ വരും. അയാൾ ചോദിക്കും, തിരിത വേണോ മത്തി വേണോ എന്ന്. നിങ്ങൾ പറയണം രണ്ടും വേണ്ട, സ്രാവ് മതിയെന്ന്. സ്വർണ്ണ ബിസ്ക്കറ്റുകൾ അയാൾ നിങ്ങൾക്ക് തരും. പണം അയാളെ ഏൽപ്പിക്കണം. എല്ലാം പറഞ്ഞതുപോലെ. ഓക്കേ? ഓക്കെ. ഓക്കെ then. സാർ, 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 ഒന്ന് നിൽക്കണേ സാർ. ഒരു ഇൻഫർമേഷൻ ഉണ്ട്.